കൊച്ചി നഗരം ശാന്തമായി ഉറങ്ങുകയായിരുന്നു. കടലിൽ നിന്നുള്ള തണുത്ത കാറ്റ് നഗരത്തിന്റെ ചൂടിനെ ശമിപ്പിക്കുന്നുണ്ടുവെങ്കിലും സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെ ക്രൈംബ്രാഞ്ച് വിഭാഗത്തിൽ ഉറക്കമില്ലാത്ത കണ്ണുകൾ ബാക്കിയുണ്ടായിരുന്നു. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ദേവനാരായണൻ, ആളുകൾ ദേവൻ എന്ന് വിളിക്കും. ഫയലുകൾക്കിടയിൽ തലപൂഴ്ത്തിയിരുന്നിരുന്ന ദേവന്റെ ഫോൺ അർദ്ധരാത്രി 2 മണിയോടെയാണ് നിലവിളിച്ചത്. സർ, മംഗളവനത്തിനടുത്ത് ഒരു പഴയ ഗോഡൌണിൽ ഒരു ബോഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറുതലയ്ക്കൽ കൺട്രോൾ റൂമിലെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദേവൻ ഒന്നും ചോദിച്ചില്ല. ജീപ്പിന്റെ താക്കോലുമായി അദ്ദേഹം ആ രാത്രിയിലേക്ക് ഇറങ്ങിത്തിരിച്ചു. സംഭവ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ പോലീസ് വണ്ടികളുടെ നീലയും ചുവപ്പും വെളിച്ചം നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. മഞ്ഞ ടേപ്പുകൾ കൊണ്ട് തിരിച്ചുവെച്ച ആ ഗോഡൌണിനുള്ളിലേക്ക് ദേവൻ പ്രവേശിച്ചു. അവിടെ കണ്ട കാഴ്ച പരിചയസമ്പന്നനായ ദേവനെ പോലും ഒരു നിമിഷം സ്തംഭിപ്പിച്ചു. നഗരത്തിലെ പ്രമുഖ വ്യവസായിയും സാമൂഹിക പ്രവർത്തകനുമായ സദാനന്ദൻ നായർ ആയിരുന്നു അത്. തറയിൽ രക്തത്തിൽ കുളിച്ച് മലർന്നു കിടക്കുന്ന ശരീരം, കഴുത്തിൽ ആഴത്തിലുള്ള മുറിവ്. എന്നാൽ വിചിത്രമായ കാര്യം അതൊന്നുമല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 കൈപ്പത്തികളും മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. മുറിച്ചു മാറ്റിയ കൈകൾക്ക് പകരം അവിടെ വെച്ചിരിക്കുന്നത് 2 വെള്ള റോസാപ്പൂക്കളായിരുന്നു. ദേവൻ മുട്ടുകുത്തിയിരുന്ന് ആ മൃതദേഹത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. സദാനന്ദൻ നായരുടെ നെറ്റിയിൽ ചുവന്ന മഷി കൊണ്ട് ഒരു വാക്ക് കുറിച്ചിട്ടുണ്ട്: നീതി. ഇതൊരു സാധാരണ കൊലപാതകമല്ല, ദേവൻ സ്വയം മന്ത്രിച്ചു. ആ വാക്കിലെ ഗൗരവം അവിടെയുണ്ടായിരുന്ന പോലീസുകാരെ ഒന്നടങ്കം ഭയപ്പെടുത്തി. പ്രതി ആരെന്ന് പോയിട്ട് എന്തിനാണ് ഇങ്ങനെ ക്രൂരമായി ഒരാളെ കൊന്നതെന്ന് ആർക്കും ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല. ഒരു വശത്ത് സിറ്റി ലൈറ്റുകൾ മിന്നിത്തിളങ്ങുമ്പോൾ മറുവശത്ത് ഇരുളിൽ ഒളിഞ്ഞിരിക്കുന്ന ഏതോ ഒരു വേട്ടക്കാരൻ തൻ്റെ ആദ്യത്തെ കളി തുടങ്ങിയിരിക്കുന്നു. ആ രാത്രി ദേവന് ഉറങ്ങാൻ കഴിയില്ലെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അതിരാവിലെ തന്നെ സദാനന്ദൻ നായരുടെ വീട് വലിയൊരു ജനക്കൂട്ടത്താൽ ചുറ്റപ്പെട്ടു. പ്രമുഖ വ്യക്തിയായതുകൊണ്ട് തന്നെ മാധ്യമങ്ങളും പോലീസും അവിടെ തമ്പടിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കെ ദേവൻ സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ തെളിവുകൾ പരിശോധിക്കുകയായിരുന്നു. സർ, ഇതൊന്നു നോക്കൂ. സബ് ഇൻസ്പെക്ടർ അൻവർ ഒരു ചെറിയ സിപ്ലോ കവർ ദേവന് നീട്ടി. അതിനുള്ളിൽ മൃതദേഹത്തിന് സമീപത്തു നിന്ന് ലഭിച്ച ഒരു പഴയ ട്രെയിൻ ടിക്കറ്റ് ആയിരുന്നു. 10 വർഷം പഴക്കമുള്ള കോട്ടയത്തു നിന്നും കൊച്ചിയിലേക്കുള്ള ഒരു ലോക്കൽ ട്രെയിൻ ടിക്കറ്റ്. എന്തിനായിരിക്കും കൊലയാളി ഈ ടിക്കറ്റ് അവിടെ ഉപേക്ഷിച്ചത്? സദാനന്ദൻ നായരെ പോലെ ഒരാൾ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് കാലം എത്രയായിട്ടുണ്ടാകും? അൻവർ സംശയത്തോടെ ചോദിച്ചു. ദേവൻ ആ ടിക്കറ്റിലേക്ക് സൂക്ഷിച്ചു നോക്കി. അതിനു പുറകിൽ വളരെ ചെറിയ അക്ഷരത്തിൽ ഒരു തീയതിയും സമയവും കുറിച്ചിട്ടുണ്ട്: ജൂൺ 14 രാത്രി 11:30. പെട്ടെന്നാണ് ദേവന്റെ ഫോണിലേക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ കോൾ വന്നത്. ദേവൻ, ഇതൊരു പ്രൊഫഷണൽ കില്ലറുടെ പണിയല്ല, പക്ഷേ അയാൾക്ക് ശരീരഘടനയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. കൈപ്പത്തികൾ മുറിച്ചു മാറ്റിയിരിക്കുന്നത് വളരെ കൃത്യതയോടെയാണ്. പിന്നെ മറ്റൊരു കാര്യം, മൃതദേഹത്തിൻ്റെ വയറിനുള്ളിൽ നിന്ന് ഞങ്ങൾ ഒരു ചെറിയ ലോഹ കഷ്ണം കണ്ടെടുത്തു. അതൊരു പഴയ താക്കോലാണ്. താക്കോലോ? ദേവൻ അത്ഭുതപ്പെട്ടു. അതെ, അത് വിഴുങ്ങിയതാണോ അതോ കൊലയാളി നിർബന്ധിച്ച് വിഴുങ്ങിച്ചതാണോ എന്ന് ഉറപ്പില്ല. പക്ഷേ ആ താക്കോലിൽ ഒരു നമ്പർ പതിപ്പിച്ചിട്ടുണ്ട്: 214. ദേവൻ തൻ്റെ ഡയറിയിൽ ആ നമ്പർ കുറിച്ചു. ഒരേ സമയം നീതി എന്ന വാക്കും വെള്ള റോസാപ്പൂക്കളും 10 വർഷം പഴക്കമുള്ള ടിക്കറ്റും വയറ്റിൽ ഒളിപ്പിച്ച താക്കോലും. പ്രതി ഒരു പസിൽ കളിക്കുകയാണെന്ന് ദേവന് മനസ്സിലായി. അയാൾ പോലീസിനെ എങ്ങോട്ടാണ് നയിക്കുന്നത്? അപ്പോഴാണ് കമ്മീഷണർ ഓഫീസിൽ നിന്നും ഒരു സന്ദേശം വരുന്നത്. സദാനന്ദൻ നായരുടെ ബിസിനസ് പങ്കാളിയായ മാത്യുവിനെ കാണാതായിരിക്കുന്നു. മാത്യുവിൻ്റെ കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വൈപ്പിൻ കടപ്പുറത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ദേവൻ വേഗത്തിൽ തൻ്റെ ജീപ്പിലേക്ക് കയറി. അടുത്ത ഇരയിലേക്കുള്ള ദൂരം കുറയുകയാണ്. വൈപ്പിൻ കടപ്പുറത്ത് മാത്യുവിൻ്റെ കാർ മണലിൽ പൂണ്ട് കിടക്കുകയായിരുന്നു. കാറിൻ്റെ ഡോറുകൾ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു. ഉള്ളിൽ മാത്യുവിൻ്റെ മൊബൈൽ ഫോണും പേഴ്സും ഇരിപ്പുണ്ട്. എന്നാൽ മാത്യുവിനെ മാത്രം അവിടെയൊന്നും കാണാനില്ല. ദേവൻ കാറിൻ്റെ ഡാഷ്ബോർഡ് പരിശോധിച്ചു. അവിടെ ഒരു ചെറിയ കുറിപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു: സത്യം വിഴുങ്ങാൻ ശ്രമിച്ചവർക്ക് കാലം കാത്തുവെച്ച സമ്മാനം. ദേവൻ ഉടൻ തന്നെ തൻ്റെ കീശയിലുണ്ടായിരുന്ന ആ പഴയ താക്കോൽ പുറത്തെടുത്തു.
214 എന്ന നമ്പർ. ആ താക്കോൽ എന്തിൻ്റേതാകാം? കൊച്ചി നഗരത്തിലെ എല്ലാ പഴയ ലോഡ്ജുകളും റെയിൽവേ സ്റ്റേഷനിലെ ലോക്കറുകളും പരിശോധിക്കാൻ അദ്ദേഹം അൻവറിന് നിർദ്ദേശം നൽകി. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ അൻവർ വിളിച്ചു. സർ, റെയിൽവേ സ്റ്റേഷനിലെ പഴയ ക്ലോക്ക് റൂമിൽ 214 എന്ന നമ്പറിലുള്ള ഒരു ലോക്കറുണ്ട്. പക്ഷേ അത് വർഷങ്ങളായി ആരും ഉപയോഗിച്ചിട്ടില്ല. ദേവൻ ഉടൻ തന്നെ അവിടെ എത്തി. തുരുമ്പെടുത്ത ആ ലോക്കർ ആ താക്കോൽ ഉപയോഗിച്ച് അദ്ദേഹം തുറന്നു. ഉള്ളിൽ ഒരു പഴയ കറുത്ത ഡയറി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഡയറി തുറന്ന ദേവന്റെ കണ്ണുകൾ വിടർന്നു. അതിൽ 10 വർഷം മുമ്പ് മംഗളവനത്തിനടുത്ത് നടന്ന ഒരു വാഹനാപകടത്തെക്കുറിച്ചുള്ള പത്രവാർത്തകൾ വെട്ടി ഒട്ടിച്ചിരിക്കുന്നു. ആ അപകടത്തിൽ മരിച്ചത് ഒരു പാവപ്പെട്ട കുടുംബമായിരുന്നു. കേസ് തെളിവുകളില്ലാതെ അന്ന് ക്ലോസ് ചെയ്തതായിരുന്നു. ആ അപകടത്തിന് പിന്നിൽ സദാനന്ദൻ നായർക്കും മാത്യുവിനും പങ്കുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ചില തെളിവുകൾ ആ ഡയറിയിലുണ്ട്. പെട്ടെന്ന് ദേവന്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് വീഡിയോ കോൾ വന്നു. സ്ക്രീനിൽ തെളിഞ്ഞത് കെട്ടിയിട്ട നിലയിലുള്ള മാത്യുവിൻ്റെ രൂപമായിരുന്നു. മാത്യുവിൻ്റെ മുന്നിൽ ഒരു മേശപ്പുറത്ത് ഒരു വെള്ള റോസാപ്പൂവ് ഇരിക്കുന്നു. ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. വിറയാർന്ന എന്നാൽ തീക്ഷ്ണമായ ശബ്ദം. ദേവൻ സർ, നീതി വൈകുന്നത് അനീതിയാണെന്ന് കേട്ടിട്ടില്ലേ? 10 വർഷം മുമ്പ് നഷ്ടപ്പെട്ട ഒരു നീതിയുണ്ട്. അതിന് കണക്കു ചോദിക്കാൻ സമയമായി. നീ ആരാണെന്ന് എനിക്കറിയണം, ദേവൻ ഗർജിച്ചു. എന്നെ തിരയേണ്ട സർ. അടുത്ത അടയാളം മംഗളവനത്തിലെ ആ പഴയ പാലത്തിന് താഴെയുണ്ടാകും. പക്ഷേ വേഗമാകട്ടെ. മാത്യുവിന് ശ്വസിക്കാൻ അധികം സമയമില്ല. കോൾ കട്ടായി. നഗരം ഇരുട്ടിലേക്ക് വീഴുമ്പോൾ ദേവൻ മംഗളവനത്തിലേക്ക് കുതിച്ചു. സമയം അതിവേഗം പാഞ്ഞുകൊണ്ടിരിക്കുന്നു. പഴയ പാലത്തിന് താഴെ ചതുപ്പു നിലത്തിൻ്റെ മണം അന്തരീക്ഷത്തിൽ പടർന്നു നിൽക്കുന്നു. ടോർച്ച് വെളിച്ചത്തിൽ ദേവനും അൻവറും പരിസരം പരിശോധിച്ചു. ചെളിയിൽ ആഴ്ന്നുകിടക്കുന്ന പാലത്തിൻ്റെ തൂണിന് സമീപം അവർ ആ കാഴ്ച കണ്ടു. ഒരു വലിയ മരപ്പെട്ടിക്കുള്ളിൽ മാത്യുവിനെ കെട്ടിയിട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വായിൽ തുണി തിരുകിയിട്ടുണ്ട്. ബോധരഹിതനായ അദ്ദേഹത്തിൻ്റെ നെഞ്ചിനു മുകളിൽ ഒരു ചെറിയ ഡിജിറ്റൽ ക്ലോക്ക് ഇടിക്കുന്നുണ്ടായിരുന്നു. 45, 44, ഒരു ടൈം ബോംബ്. സർ, ഇത് അപകടമാണ്. നമുക്ക് ബോംബ് സ്ക്വാഡിനെ വിളിക്കാം, അൻവർ പരിഭ്രമിച്ചു. അപ്പോഴേക്കും എല്ലാം തീരും അൻവർ, പിന്നോട്ട് നിൽക്കൂ. ദേവൻ ബോംബിൻ്റെ വയറുകളിലേക്ക് നോക്കി. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മാത്യുവിൻ്റെ പോക്കറ്റിൽ തിരികിയ ഒരു ഫോട്ടോയിലേക്ക് പോയി. 10 വർഷം മുമ്പുള്ള ആ അപകടം നടന്ന സ്ഥലത്ത് നിൽക്കുന്ന സദാനന്ദൻ നായരും മാത്യുവും. അവർക്ക് പിന്നിൽ തകർന്ന ഒരു കാർ കാണാം. ആ കാറിൻ്റെ നമ്പർ പ്ലേറ്റിലെ അവസാന 2 അക്കങ്ങൾ 48 എന്നാണ്. ദേവൻ ഒട്ടും ചിന്തിക്കാതെ ബോംബിലെ 48 എന്ന് എഴുതിയ ചെറിയ സ്വിച്ച് അമർത്തി. ക്ലോക്കിലെ അക്കം 01-ൽ നിന്നു. ഒരു വലിയ ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിവായി. മാത്യുവിനെ ബോധം തെളിയിച്ചപ്പോൾ അദ്ദേഹം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾ ഒരു മുഖംമൂടി വെച്ചിരുന്നു. ഒന്നും മിണ്ടിയില്ല. 10 വർഷം മുമ്പത്തെ ആ രാത്രിയെക്കുറിച്ച് മാത്രമേ അയാൾക്ക് അറിയേണ്ടിയിരുന്നുള്ളൂ. ആരാണ് അയാൾ? എന്താണ് അന്ന് ശരിക്കും സംഭവിച്ചത്? ദേവൻ ചോദിച്ചു. മാത്യു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അതൊരു അപകടമായിരുന്നില്ല സർ. ആ കുടുംബം ഞങ്ങളുടെ ബിസിനസ് രഹസ്യങ്ങൾ അറിഞ്ഞിരുന്നു. സദാനന്ദനാണ് അത് ആസൂത്രണം ചെയ്തത്. ഞാൻ അതിന് കൂട്ടുനിന്നു. പക്ഷേ അന്ന് ആ വണ്ടിയിൽ ഒരു കൊച്ചു ബാലൻ കൂടി ഉണ്ടായിരുന്നു. അവൻ രക്ഷപ്പെട്ടു എന്നാണ് ഞങ്ങൾ കരുതിയത്. ദേവൻ ആലോചനയിലാണ്ടു. ആ ബാലൻ ഇന്ന് തിരിച്ചു വന്നിരിക്കുന്നു, പ്രതികാരം തീർക്കാൻ ഒരു വേട്ടക്കാരനായി. പെട്ടെന്ന് ദേവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ഒരു ലൊക്കേഷൻ മാപ്പായിരുന്നു അത്. കൊച്ചി നഗരത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയിലേക്കുള്ള വഴി. താഴെ ഒരു വരി മാത്രം കുറിച്ചിരിക്കുന്നു. അടുത്ത നീതി ഇവിടെയാണ് നടപ്പിലാക്കുന്നത്. നഗരത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടത്ത് കൊലയാളി തൻ്റെ അടുത്ത ഇരയെ കണ്ടെത്തിക്കഴിഞ്ഞു. ദേവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സിറ്റി ഹോസ്പിറ്റലിൻ്റെ ഇടനാഴികളിൽ മരണത്തിൻ്റെ ഗന്ധമായിരുന്നു. അർദ്ധരാത്രിയായതിനാൽ ജീവനക്കാർ വളരെ കുറവ്. മോർച്ചറിക്ക് മുന്നിലെ തണുത്ത കാറ്റ് ദേവന്റെ ഉള്ളിൽ ഒരു അപായ സൂചന നൽകി. ദേവനും സംഘവും തോക്കുകൾ തയ്യാറാക്കി അകത്തേക്ക് പ്രവേശിച്ചു. തണുപ്പിച്ചു വെച്ച മൃതദേഹങ്ങളുടെ അറകൾക്ക് നടുവിൽ ഒരു സ്ട്രെച്ചറിൽ വെള്ള തുണി പുതച്ച നിലയിൽ ഒരാൾ കിടക്കുന്നുണ്ടായിരുന്നു. തുണി മാറ്റിയപ്പോൾ ദേവൻ ഞെട്ടിപ്പോയി.
അത് നഗരത്തിലെ പ്രശസ്തനായ അഡ്വക്കേറ്റ് പോൾ വർഗീസ് ആയിരുന്നു. 10 വർഷം മുമ്പ് സദാനന്ദൻ നായർക്ക് മാത്യുവിനും വേണ്ടി കോടതിയിൽ കേസ് വാദിച്ചു ജയിപ്പിച്ചത് ഇയാളായിരുന്നു. പോളിന്റെ ശ്വാസം നിലച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അയാൾ മാരകമായ ഏതോ മരുന്ന് കുത്തിവെക്കപ്പെട്ട നിലയിലായിരുന്നു. "സർ, അവിടെ നോക്കൂ." അൻവർ ചുമരിലേക്ക് വിരൽ ചൂണ്ടി. മോർച്ചറിയിലെ വെളുത്ത ചുമരിൽ രക്തം കൊണ്ട് ഒരു വലിയ ചിത്രം വരച്ചിരിക്കുന്നു. അതൊരു തുലാസിന്റെ ചിത്രമായിരുന്നു. തുലാസിന്റെ ഒരു തട്ടിൽ വെള്ള റോസാപ്പൂവും മറുതട്ടിൽ ഒരു അഭിഭാഷകന്റെ കറുത്ത കോട്ടും. അതിന് താഴെ എഴുതിയിരിക്കുന്നു: "വാങ്ങപ്പെട്ട നീതി വിൽക്കപ്പെടാൻ പോകുന്നില്ല." പെട്ടെന്ന് മോർച്ചറിയിലെ ലൈറ്റുകൾ അണഞ്ഞു. കനത്ത ഇരുട്ട്. എവിടെ നിന്നോ ഒരു ചെരുപ്പിന്റെ ശബ്ദം കേട്ടു. ദേവൻ തന്റെ സർവീസ് റിവോൾവർ പുറത്തെടുത്തു. "ആരാണ് അവിടെ? കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്," ദേവൻ വിളിച്ചു പറഞ്ഞു. ഇരുട്ടിൽ നിന്ന് ഒരു ചിരി കേട്ടു. ശാന്തമായ എന്നാൽ ഭയപ്പെടുത്തുന്ന ചിരി. "ദേവൻ സർ, നിങ്ങൾ നിയമത്തിന്റെ ആളാണ്, ഞാൻ നീതിയുടെയും. നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ എന്നെ പിടിക്കാൻ ശ്രമിച്ചാൽ അടുത്ത ഇര ഈ ഹോസ്പിറ്റലിലെ നിരപരാധികളായ രോഗികളിൽ ഒരാളായിരിക്കും." ആ നിമിഷം ഹോസ്പിറ്റലിലെ ഫയർ അലറാം മുഴങ്ങി. മുകളിലത്തെ നിലയിൽ എവിടെയോ തീ പടർന്നിരിക്കുന്നു. ആളുകൾ പരിഭ്രാന്തരായി ഓടാൻ തുടങ്ങി. ആ ബഹളത്തിനിടയിൽ ആ നിഴൽ രൂപം അപ്രത്യക്ഷമായി. പോൾ വർഗീസിനെ ICUവിലേക്ക് മാറ്റുമ്പോൾ ദേവന്റെ കയ്യിൽ ഒരു ചെറിയ പേപ്പർ കഷണം ലഭിച്ചു. അത് പോളിന്റെ പോക്കറ്റിൽ കൊലയാളി നിക്ഷേപിച്ചതായിരുന്നു. അതിൽ ഒരു പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു. ഒരു സ്കൂൾ അസംബ്ലിയുടെ ഫോട്ടോ. അതിൽ ഒരു കുട്ടിയുടെ മുഖത്തിന് ചുറ്റും ചുവന്ന മഷി കൊണ്ട് വട്ടം വരച്ചിരിക്കുന്നു. ആ കുട്ടിയുടെ പേര് തിരഞ്ഞു ദേവൻ പഴയ സ്കൂൾ റെക്കോർഡുകളിലേക്ക് പോയി. അവിടെ അയാൾ ആ സത്യം കണ്ടെത്തി. 10 വർഷം മുമ്പ് മരിച്ച ആ കുടുംബത്തിലെ ഏക അതിജീവികൻ. അവൻ്റെ പേര് ആകാശ്. പക്ഷേ രേഖകൾ പ്രകാരം ആകാശ് 5 വർഷം മുമ്പ് ഒരു അപകടത്തിൽ മരിച്ചതാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ കൊലപാതകങ്ങൾ നടത്തുന്നത് ആരാണ്? ആകാശ് 5 വർഷം മുമ്പ് മരിച്ചതാണെന്ന രേഖ ദേവനെ കുഴപ്പത്തിലാക്കി. എറണാകുളത്തെ ഒരു അനാഥാലയത്തിൽ വെച്ച് നടന്ന തീപിടുത്തത്തിലാണ് ആകാശ് മരിച്ചതെന്നാണ് ഫയലുകൾ പറയുന്നത്. സർ, മരിച്ച ഒരാൾക്ക് എങ്ങനെ കൊലപാതകം നടത്താൻ കഴിയും? അതോ മറ്റാരെങ്കിലും ആകാശിന് വേണ്ടി പ്രതികാരം ചെയ്യുകയാണോ? അൻവർ ചോദിച്ചു. ദേവൻ അനാഥാലയത്തിലെ പഴയ സൂപ്രണ്ടിനെ കാണാൻ തീരുമാനിച്ചു. നഗരത്തിന് പുറത്തുള്ള ഒരു ശാന്തമായ വീട്ടിലായിരുന്നു അദ്ദേഹം. തളർന്നു കിടപ്പിലായ സൂപ്രണ്ട് ആകാശിന്റെ പേര് കേട്ടപ്പോൾ ഒന്ന് വിറച്ചു. ആകാശ്. അവൻ ശാന്തനായിരുന്നു. പക്ഷേ അവൻ്റെ കണ്ണുകളിൽ വലിയൊരു കനലുണ്ടായിരുന്നു. ആ തീപിടുത്തം നടന്ന രാത്രിയിൽ അവനെ ആരും പിന്നീട് കണ്ടിട്ടില്ല. മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിപ്പോയിരുന്നു. അതുകൊണ്ട് അവൻ മരിച്ചുവെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. തിരികെ വരും വഴി ദേവൻ ആ പഴയ സ്കൂൾ ഫോട്ടോ വീണ്ടും പരിശോധിച്ചു. ആകാശിന്റെ അരികിൽ നിൽക്കുന്ന മറ്റൊരു കുട്ടിയെ അദ്ദേഹം ശ്രദ്ധിച്ചു. അവൻ്റെ പേര് വിവേക്. വിവേകിന്റെ വിവരങ്ങൾ തിരഞ്ഞപ്പോൾ ദേവൻ ഞെട്ടിപ്പോയി. വിവേക് ഇന്ന് നഗരത്തിലെ അറിയപ്പെടുന്ന ഒരു സൈക്യാട്രിസ്റ്റ് ആണ്. സദാനന്ദൻ നായരുടെ ബിസിനസ് ഗ്രൂപ്പുമായി അടുത്ത ബന്ധമുള്ളയാൾ. പെട്ടെന്ന് ദേവന്റെ ഫോണിലേക്ക് ഒരു അലേർട്ട് വന്നു. ദേവന്റെ സ്വന്തം ഓഫീസിന് മുന്നിൽ ഒരു പാഴ്സൽ എത്തിയിരിക്കുന്നു. അതൊരു സമ്മാനപ്പൊതിയായിരുന്നു. ദേവൻ അത് ജാഗ്രതയോടെ തുറന്നു. ഉള്ളിൽ ചെറിയ ഒരു മ്യൂസിക് ബോക്സ് ആയിരുന്നു. അത് തുറന്നപ്പോൾ 10 വർഷം മുമ്പത്തെ ഒരു താരാട്ടുപാട്ടിൻ്റെ ഈണം മുറിയിൽ പടർന്നു. സംഗീത പെട്ടിക്കടിയിൽ ഒരു കുറിപ്പുണ്ടായിരുന്നു. അടുത്ത വിധി കോടതിയിലല്ല, കളിക്കളത്തിലാണ്. വൈകുന്നേരം 6 മണി, നെഹ്റു സ്റ്റേഡിയം. ദേവൻ ക്ലോക്കിലേക്ക് നോക്കി. സമയം 5 മണി കഴിഞ്ഞിരിക്കുന്നു. കൊലയാളി തന്നെ നേരിട്ട് വെല്ലുവിളിക്കുകയാണ്. ഇത് ആകാശ് തന്നെയാണോ? അതോ അവൻ്റെ സുഹൃത്ത് വിവേകാണോ? അതോ മറ്റാരെങ്കിലും തുന്നിയ വലയാണോ? നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ വിശാലമായ ഗാലറിയിൽ ആ രാത്രി വലിയൊരു രഹസ്യം കാത്തിരിപ്പുണ്ടായിരുന്നു. വൈകുന്നേരം 6 മണി. സ്റ്റേഡിയത്തിലെ ഗാലറികൾ ശൂന്യമായിരുന്നു. ഫ്ലഡ് ലൈറ്റുകൾ അണഞ്ഞുകിടക്കുന്നു. ദേവനും സംഘവും അതീവ ജാഗ്രതയോടെ ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചു. ആ നിശബ്ദതയിൽ സ്വന്തം ശ്വാസോച്ഛ്വാസം പോലും ദേവന് വ്യക്തമായി കേൾക്കാമായിരുന്നു. പെട്ടെന്ന് സ്റ്റേഡിയത്തിലെ ഭീമാകാരമായ ഡിജിറ്റൽ സ്ക്രീൻ തനിയെ തെളിഞ്ഞു. അതിൽ ഒരു വീഡിയോ പ്ലേ ആകാൻ തുടങ്ങി. 10 വർഷം മുമ്പ് നടന്ന ആ അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ.
സദാനന്ദൻ നായരുടെ കാർ മനഃപൂർവ്വം ആ കുടുംബത്തിന്റെ വണ്ടിയിലേക്ക് ഇടിച്ചു കയറ്റുന്നത് അതിൽ വ്യക്തമായിരുന്നു. സാർ, അവിടെ നോക്കൂ, അൻവർ ചൂണ്ടിക്കാണിച്ചു. സ്റ്റേഡിയത്തിന്റെ മധ്യഭാഗത്ത് ഒരു കസേരയിൽ ഒരാൾ ഇരിക്കുന്നു. തലയിൽ ഒരു കറുത്ത തുണി കൊണ്ട് മൂടിയിരിക്കുന്നു. ദേവൻ തോക്കുമായി അങ്ങോട്ട് ഓടിച്ചെന്നു. എന്നാൽ അടുത്തേക്ക് എത്തിയപ്പോഴാണ് കണ്ടത് അത് ഡോക്ടർ വിവേക് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വായ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിരിക്കുന്നു. ശരീരത്തിൽ വയറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇളകരുത് വിവേക്, ദേവൻ വിളിച്ചു പറഞ്ഞു. ആ നിമിഷം സ്റ്റേഡിയത്തിലെ ലൗഡ് സ്പീക്കറിലൂടെ ഒരു ശബ്ദം മുഴങ്ങി. ദേവൻ സർ, വിവേക് എൻ്റെ സുഹൃത്താണ്. പക്ഷേ അവനൊരു തെറ്റ് ചെയ്തു. ആ അപകടത്തിൻ്റെ സത്യം അവന് അറിയാമായിരുന്നു. എന്നിട്ടും അവൻ അത് മറച്ചുവെച്ചു. അവൻ സൈക്യാട്രിസ്റ്റ് ആയപ്പോൾ സദാനന്ദൻ നായരുടെ പാപബോധം മാറ്റാൻ അവനെ സഹായിച്ചു. അതാണ് അവൻ ചെയ്ത കുറ്റം. ആകാശ്, ഇത് നിർത്തൂ. നീ നിയമത്തെ കയ്യിലെടുക്കുകയാണ്, ദേവൻ ചുറ്റും നോക്കി വിളിച്ചു പറഞ്ഞു. നിയമം കണ്ണടച്ചപ്പോൾ ഞാൻ കണ്ണു തുറന്നു എന്നു മാത്രം. ഇപ്പോൾ ഒരു ചെറിയ കളി. വിവേകിൻ്റെ കയ്യിലൊരു റിമോട്ടുണ്ട്. അത് അമർത്തിയാൽ 10 വർഷം മുമ്പ് ആ അപകടം നടന്ന അതേ സ്ഥലത്തെ ഒരു രഹസ്യ അറ തുറക്കും. അവിടെ നിങ്ങൾ തിരയുന്ന അവസാനത്തെ തെളിവുണ്ട്. പക്ഷേ അത് അമർത്തിയാൽ ഈ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ ഒളിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിക്കും. ദേവൻ ധർമ്മസങ്കടത്തിലായി. വിവേകിനെ രക്ഷിക്കണോ അതോ ആ നിർണായക തെളിവ് കൈക്കലാക്കണോ? പെട്ടെന്ന് സ്റ്റേഡിയത്തിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഒരു നിഴൽ അനങ്ങുന്നത് ദേവൻ കണ്ടു. കറുത്ത ഹൂഡി ധരിച്ച ഒരാൾ. ദേവൻ വിവേകിനെ അഴിക്കാൻ അൻവറിനെ ഏൽപ്പിച്ചിട്ട് ആ നിഴലിനു പുറകെ പാഞ്ഞു. പടികൾ ഓടിക്കയറുമ്പോൾ ദേവന് ഒരു കാര്യം മനസ്സിലായി. പ്രതിക്ക് ഈ സ്റ്റേഡിയത്തിന്റെ ഓരോ മുക്കുമൂലയും കൃത്യമായി അറിയാം. മുകളിലെത്തിയപ്പോൾ ആ രൂപം ഒരു പാരപ്പറ്റിന് മുകളിൽ നിൽക്കുന്നത് കണ്ടു. ആകാശ്, ദേവൻ വിളിച്ചു. ആ രൂപം തിരിഞ്ഞു നോക്കി. ആ മുഖം കണ്ടപ്പോൾ ദേവൻ തരിച്ചുപോയി. അത് താൻ പ്രതീക്ഷിച്ച മുഖമായിരുന്നില്ല. സിദ്ധാർത്ഥ്, നീ? ദേവന്റെ വാക്കുകൾ പാതി വഴിയിൽ മുറിഞ്ഞു. താൻ വിശ്വസിച്ചിരുന്ന സഹപ്രവർത്തകൻ ഒരു കൊലയാളിയായി മുന്നിൽ നിൽക്കുന്നു. സിദ്ധാർത്ഥിന്റെ കണ്ണുകളിൽ പകയുടെ കനലുകൾ ജ്വലിക്കുന്നുണ്ടായിരുന്നു. സാർ ആകാശിനെ തിരയുകയായിരുന്നു അല്ലേ? ആകാശ് 10 വർഷം മുമ്പ് തന്നെ മരിച്ചു സാർ. ആ അപകടത്തിൽ മരിച്ചത് എൻ്റെ അച്ഛനും അമ്മയും അനിയനുമായിരുന്നു. എൻ്റെ പേര് ആകാശ് എന്നല്ല, സിദ്ധാർത്ഥ് എന്നാണ്. അന്ന് രക്ഷപ്പെട്ട ആ കുട്ടി ഞാനായിരുന്നു. ദേവൻ തോക്ക് താഴ്ത്തിയില്ല. പക്ഷേ സിദ്ധാർത്ഥ്, നീ നിയമത്തിൻ്റെ ഭാഗമാകേണ്ടവനായിരുന്നു. നീ എന്തിനാണ് ഈ വഴി തിരഞ്ഞെടുത്തത്? നിയമമോ? സിദ്ധാർത്ഥ് പുച്ഛത്തോടെ ചിരിച്ചു. സദാനന്ദൻ നായരും മാത്യുവും ചേർന്ന് ആ കേസ് അട്ടിമറിച്ചപ്പോൾ, പോലീസ് ഓഫീസർമാർ പോലും അവർക്ക് ഒത്താശ ചെയ്തപ്പോൾ എവിടെയായിരുന്നു സർ നിയമം? ഞാൻ ഈ യൂണിഫോം ഇട്ടത് തന്നെ അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനല്ല, മറിച്ച് നിയമത്തിൻ്റെ നിഴലിലിരുന്ന് അവരെ ഓരോരുത്തരെയായി ഇല്ലാതാക്കാനാണ്. താഴെ സ്റ്റേഡിയത്തിൽ അൻവർ വിവേകിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പെട്ടെന്ന് സിദ്ധാർത്ഥിൻ്റെ കയ്യിലിരുന്ന വയർലെസ് സെറ്റ് ശബ്ദിച്ചു. സർ, വിവേക് സുരക്ഷിതനാണ്, പക്ഷേ സിദ്ധാർത്ഥിനെ കാണുന്നില്ല. അൻവറിൻ്റെ ശബ്ദം. സിദ്ധാർത്ഥ് സിറ്റി ലൈറ്റുകളിലേക്ക് നോക്കി പറഞ്ഞു. സർ, ഇനി ഒരാൾ കൂടി ബാക്കിയുണ്ട്. 10 വർഷം മുമ്പ് ആ കേസ് ഒതുക്കി തീർത്ത അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ. അയാളിപ്പോൾ എവിടെയുണ്ടെന്ന് സാറിന് അറിയാമോ? ദേവൻ ആലോചിച്ചു. അന്നത്തെ CI ഇപ്പോൾ വിരമിച്ച് നഗരത്തിന് പുറത്ത് വിശ്രമ ജീവിതം നയിക്കുകയാണ്. അയാളുടെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. സാറിന് എന്നെ തടയാം, അല്ലെങ്കിൽ ഈ പഴയ അപകടത്തിൻ്റെ ഫയലുകൾ സൂക്ഷിച്ചിരിക്കുന്ന ആ രഹസ്യ ലോക്കറിലേക്ക് പോകാം. രണ്ടും ഒരേ സമയം നടക്കില്ല. സിദ്ധാർത്ഥ് സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ നിന്ന് താഴെയുള്ള ഒരു സുരക്ഷാ വലയിലേക്ക് എടുത്തു ചാടി. നിമിഷങ്ങൾക്കുള്ളിൽ അവൻ ഇരുട്ടിൽ മറഞ്ഞു. ദേവൻ ധർമ്മസങ്കടത്തിലായി. ഒരു കൊലപാതകം തടയണോ അതോ 10 വർഷം പഴക്കമുള്ള അനീതിയുടെ തെളിവുകൾ കണ്ടെത്തണോ? സിദ്ധാർത്ഥ് തൻ്റെ അടുത്ത നീക്കം വളരെ കൃത്യമായി പ്ലാൻ ചെയ്തിരിക്കുന്നു. അൻവർ, സ്റ്റേഡിയത്തിൻ്റെ തെക്കുഭാഗത്തുള്ള പഴയ റെയിൽവേ പാലത്തിനടുത്തേക്ക് വണ്ടിയെടുക്കൂ. ദേവൻ അലറി. അവിടെയാണ് ആ പഴയ CI താമസിക്കുന്നത്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി കായലോരത്തുള്ള ഒരു പഴയ ബംഗ്ലാവിലാണ് വിരമിച്ച CI പവിത്രൻ താമസിക്കുന്നത്. മഴക്കാർ മൂടിയ ആ രാത്രിയിൽ പവിത്രൻ തൻ്റെ വായനാമുറിയിൽ ഇരിക്കുകയായിരുന്നു.
പെട്ടെന്ന് ജനാലയ്ക്കൽ ഒരു നിഴൽ കണ്ടു. ദേവനും അൻവറും അവിടേക്ക് കുതിച്ചെത്തിയപ്പോൾ ബംഗ്ലാവിനുള്ളിൽ നിന്ന് ഒരു നിലവിളി കേട്ടു. അവർ വാതിൽ തകർത്ത് അകത്ത് കടന്നു. ഹാളിൽ പവിത്രൻ കസേരയിൽ കെട്ടിയിടപ്പെട്ട നിലയിലായിരുന്നു. അദ്ദേഹത്തിന്റെ കഴുത്തിന് നേരെ സിദ്ധാർത്ഥ് തന്റെ സർവീസ് റിവോൾവർ ചൂണ്ടി നിൽക്കുന്നു. സിദ്ധാർത്ഥിന്റെ യൂണിഫോം അഴുക്കുപുരണ്ടിരുന്നു. കണ്ണുകൾ ചുവന്നിരുന്നു. സിദ്ധാർത്ഥ്, നിർത്തൂ, ഇതല്ല പരിഹാരം. ദേവൻ തോക്ക് താഴ്ത്തി പതുക്കെ മുന്നോട്ട് നീങ്ങി. സർ, ഇയാൾ ചെയ്തത് എന്താണെന്ന് സാറിന് അറിയാമോ? സിദ്ധാർത്ഥ് അലറി. അന്ന് എൻ്റെ അച്ഛനും അമ്മയും റോഡിൽ കിടന്ന് വിടയുമ്പോൾ പ്രതികളെ രക്ഷിക്കാൻ തെളിവുകൾ നശിപ്പിച്ചത് ഇയാളാണ്. നിയമത്തെ സംരക്ഷിക്കേണ്ട കൈകൾ കൊണ്ട് നീതിയെ കുഴിച്ചു മൂടിയവൻ. പവിത്രൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തെറ്റുപറ്റി. സദാനന്ദൻ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഭീഷണിയല്ല, പണമായിരുന്നു നിങ്ങളെ നയിച്ചത്. സിദ്ധാർത്ഥ് ട്രിഗറിൽ വിരൽ അമർത്തി. സിദ്ധാർത്ഥ്, ദേവന്റെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. നീ ഇപ്പോൾ ഇയാളെ കൊന്നാൽ നീയും ആ സദാനന്ദൻ നായരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? നീ ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ ഈ യൂണിഫോമിന് നീ കൊടുക്കുന്ന വില ഇതാണോ? നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടത് നീതിയാണ്, പകരം മറ്റൊരു കൊലപാതകിയായ മകനെയല്ല. സിദ്ധാർത്ഥിന്റെ കൈകൾ വിറച്ചു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങി. 10 വർഷത്തെ പകയും വേദനയും ആ നിമിഷം പുറത്തേക്കൊഴുകുകയായിരുന്നു. എനിക്ക് അവരോട് മറുപടി പറയണം സർ. എനിക്ക് നീതി വേണം. നീതി ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, ദേവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. സ്റ്റേഡിയത്തിലെ ആ രഹസ്യ അറയിൽ നിന്ന് തെളിവുകൾ കിട്ടിക്കഴിഞ്ഞു. പവിത്രനും മാത്യുവും ശിക്ഷിക്കപ്പെടും, പക്ഷേ നിയമത്തിന്റെ വഴിയിലൂടെ മാത്രം. തോക്ക് താഴെയിടൂ സിദ്ധാർത്ഥ്. മുറിയിൽ കനത്ത നിശബ്ദത പടർന്നു. സിദ്ധാർത്ഥ് പതുക്കെ തന്റെ തോക്ക് തറയിലേക്കിട്ടു. അവൻ മുട്ടുകുത്തിയിരുന്ന് പൊട്ടിക്കരഞ്ഞു. അൻവർ മുന്നോട്ട് വന്ന് സിദ്ധാർത്ഥിന്റെ കയ്യിൽ വിലങ്ങുവെച്ചു. ഒരു സുഹൃത്തിനെ വിലങ്ങുവെക്കേണ്ടി വന്ന വേദന അൻവറിന്റെ മുഖത്തുണ്ടായിരുന്നു. പക്ഷേ ആശ്വാസത്തിന്റെ ആ നിമിഷം അധികം നീണ്ടുനിന്നില്ല. പെട്ടെന്ന് ദൂരെ നിന്ന് ഒരു വലിയ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടു. സിദ്ധാർത്ഥ് തലയുയർത്തി ദേവനെ നോക്കി. അവന്റെ മുഖത്ത് ഒരു ഭയപ്പെടുത്തുന്ന ചിരി പടർന്നു. സർ, ഞാൻ തോക്ക് താഴെ വെച്ചു, പക്ഷേ കളി ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല. സദാനന്ദൻ നായരുടെ സാമ്രാജ്യം തകരാൻ പോകുന്നത് ഇപ്പോഴാണ്. പവിത്രന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ദേവൻ കണ്ടത് കത്തുന്ന കെട്ടിടത്തേക്കാൾ ഉപരിയായി നഗരത്തിലെ ഡിജിറ്റൽ സ്ക്രീനുകളിൽ തെളിയുന്ന ദൃശ്യങ്ങളാണ്. സിദ്ധാർത്ഥ് നേരത്തെ തന്നെ സെർവറുകളിൽ ഒരു വൈറസ് കടത്തിവിട്ടിരുന്നു. സദാനന്ദൻ നായരും മാത്യുവും പവിത്രനും ചേർന്ന് വർഷങ്ങളായി നടത്തിയ അഴിമതികൾ, കൊലപാതകങ്ങൾ, ബിസിനസ് ചതികൾ എന്നിവയുടെ എല്ലാ രേഖകളും തെളിവുകളും വീഡിയോ സഹിതം സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളിലും തത്സമയം പുറത്തുവന്നു. സിദ്ധാർത്ഥിനെ പോലീസ് വണ്ടിയിലേക്ക് കയറ്റുമ്പോൾ ദേവൻ അവന്റെ അരികിലെത്തി. നീ എല്ലാം പ്ലാൻ ചെയ്തിരുന്നു അല്ലേ സിദ്ധാർത്ഥ്? നീ കീഴടങ്ങിയാലും സത്യം പുറത്തു വരണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് ശാന്തനായി മറുപടി പറഞ്ഞു. സർ, കോടതിയിൽ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടേക്കാം, സാക്ഷികൾ കൂറുമാറിയേക്കാം, പക്ഷേ ജനങ്ങളുടെ കോടതിയിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടത് ഈ പരസ്യമായ വിചാരണയായിരുന്നു. അടുത്ത ദിവസത്തെ പത്രവാർത്തകൾ നഗരത്തെ പിടിച്ചുലച്ചു. മാത്യുവും പവിത്രനും അറസ്റ്റിലായി. സദാനന്ദൻ നായരുടെ മരണാനന്തര ബഹുമതികൾ നീക്കം ചെയ്യപ്പെട്ടു. നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ അന്വേഷണം പൂർത്തിയാക്കാൻ ദേവനാരായണന് കഴിഞ്ഞു. മാസങ്ങൾക്ക് ശേഷം സെൻട്രൽ ജയിലിലെ സന്ദർശക മുറിയിൽ സിദ്ധാർത്ഥിനെ കാണാൻ ദേവനെത്തി. സിദ്ധാർത്ഥിന്റെ ശിക്ഷാ കാലാവധി കുറയ്ക്കാൻ ദേവൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. സാർ, എന്തിനാണ് എനിക്ക് വേണ്ടി സംസാരിച്ചത്? ഞാനൊരു കുറ്റവാളിയല്ലേ? സിദ്ധാർത്ഥ് ചോദിച്ചു. നീ ചെയ്തത് തെറ്റാണ് സിദ്ധാർത്ഥ്, പക്ഷേ നീ തുറന്നു കാട്ടിയത് അതിലും വലിയ തെറ്റുകളാണ്. ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്ക് നിന്നെ തടയേണ്ടി വന്നു, പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിന്റെ വേദന എനിക്ക് മനസ്സിലാകും. ദേവൻ തിരികെ നടക്കുമ്പോൾ ജയിൽ കവാടത്തിന് മുന്നിലെ പൂന്തോട്ടത്തിൽ ഒരു വെളുത്ത റോസാപ്പൂവ് വിരിഞ്ഞു നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. അത് പ്രതികാരത്തിന്റെ അടയാളമായിരുന്നില്ല, മറിച്ച് വർഷങ്ങൾക്ക് ശേഷം ആത്മാക്കൾക്ക് ലഭിച്ച ശാന്തിയുടെ അടയാളമായിരുന്നു. നഗരം വീണ്ടും തിരക്കുകളിലേക്ക് അമർന്നു. പക്ഷേ ആ തിരക്കുകൾക്കിടയിൽ എവിടെയോ നീതി എന്ന വാക്ക് ഇപ്പോൾ കൂടുതൽ തെളിച്ചമുള്ളതായി മാറിയിരിക്കുന്നു.